ഈ പയ്യാവൂരുത്സവത്തിൻ്റെ മഹാത്മ്യമാണ് ശരിക്കും പറയാനുള്ളത്. നമ്മളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈർഘ്യമുള്ള ഉത്സവം 13 ദിവസമുള്ള ഉത്സവമാണ് ഇവിടെ. ആദ്യത്തെ ദിവസം പിന്നെ ഫെബ്രുവരി 11-ാം തീയതി മുതൽ 11-ാം തീയതി തിരുവത്താഴളവ്, അതായത് കുടകിൽ നിന്നുള്ള കുടക് നിവാസികളുടെ വരുന്ന കാളപ്പുറത്ത് വരുന്ന അരി നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരാം നിവേദ്യത്തിന് കൊണ്ടുവരുന്നത്. അതോടുകൂടിയാണ് നമ്മുടെ ഉത്സവത്തിന് സമാരംഭം. അന്ന് രാവിലെ അത് കഴിഞ്ഞാൽ വൈകുന്നേരം കാളപ്പുറത്ത് കൊണ്ട് നമ്മൾ എതിരേറ്റ് ഇവിടെ വന്ന് താഴത്തെ അമ്പലം അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഭഗവാനെ എഴുന്നള്ളിച്ച് വരിക. അവിടുന്ന് വരുന്ന ആ സ്ഥലത്താണ് അരി അളവ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് രാവിലെ അരി അവിടെ ചെരിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 6 മണിക്ക് കലവറകൾ, ഘോഷയാത്രകളുടെ പിന്നെ ഫലഭൂഷ്ടമായിട്ടുള്ള പച്ചക്കറികളും അരികളും അങ്ങനെയായിട്ട് 1000-കണക്കിന് ഭക്തജനങ്ങളുണ്ടാകും കലവറ സമർപ്പിക്കലാണ്. അത് കഴിഞ്ഞ ഉടനെ വൈകുന്നേരം ഒരു 6 മണി സമയത്ത് താഴത്തമ്പലത്തിൽ ഈ പറഞ്ഞ അരി അളക്കുകയും അത് ഭഗവാൻ നിവേദ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ 2 വിഭാഗക്കാരുണ്ട്. ഇന്ത്യയോടൻ ദൂരം എന്നുള്ള 2 വിഭാഗക്കാരുടെ അവിടെ അവിടുന്ന് അരി അളക്കുകയും അതിനോടുകൂടിയിട്ട് ഉത്സവത്തിൻ്റെ സമാരംഭം വന്നിട്ടുണ്ട്. വൈകുന്നേരം 6 മണി 7 മണിക്കുള്ളിൽ താഴത്തമ്പലത്തിൽ നിന്ന് കൂട്ട് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ വിഭാഗക്കാരെയും ഉത്സവം ഭഗവാൻ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കൂട്ട് അടിയന്തര യോഗം എന്നിട്ട് യോഗം. അപ്പോൾ അത് കോമരത്തച്ഛൻ, അതായത് ഭഗവാന് പ്രതിരൂപമായ ആ വാളെടുത്ത് നിൽക്കുന്ന കോമരത്തച്ഛനാണ് അത് ചെയ്യുന്നത്. അത് വന്നതിന് ശേഷം താഴ്ന്ന മേലെ വന്ന് നമ്മൾ തിരുവത്താഴളവ് കഴിഞ്ഞാൽ ഉടനെ കുയ്യെടുപ്പിൽ തീയിടുന്ന ഒരു സമ്പ്രദായം. ആദ്യമായിട്ട് ഭഗവാന് പിന്നെ നിവേദ്യത്തിൻ്റെ തീ അത് കോമരത്തച്ഛൻ്റെ നേതൃത്വത്തിൽ അഷ്ടവനെല്ലാം വെച്ച് വിളക്ക് വെച്ച് ബ്രാഹ്മണരാണ് അത് ചെയ്തത്. അത് ആ കണക്കപ്പിള്ള എന്ന് പറയും. ഒരു ബ്രാഹ്മണ സമൂഹത്തിൽ അവരെ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് ആ സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം ആ നിവേദ്യം വെച്ചതിന് ശേഷം അത്താഴ പൂജ എന്നാണ് ആദ്യത്തെ ദിവസം. പിറ്റേ ദിവസം വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചടങ്ങുകൾ ഉച്ചപൂജ അതുപോലെ എല്ലാം വൈകുന്നേരമായി ഭഗവാനെ നാടുന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു വന്നു. ശേഷം തടമ്പ് നിർത്തം മേളം തടത്തോടുകൂടി തടമ്പ് നിർത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്തെഴുന്നള്ളിച്ച് തകിലടി, കാളിമുദ്ര, അതുപോലെ വാദ്യ ചടങ്ങുകൾ, പിന്നെ പ്രധാനപ്പെട്ടതായ ശ്രീഭൂത വഴി. ഈ പറഞ്ഞ എല്ലാ ദിവസവും ഇതാണ്. നമ്മൾ ഈ ദിവസം വരെ അതങ്ങനെ തുടർന്ന് പോയിട്ടുണ്ട്. അതായത് 10 ദിവസം. ഇന്ന് 11-ാമത്തെ ദിവസം മഹോത്സവമായ ഇന്ന് 10-ാമത്തെ ദിവസം ഇന്ന് ചൂടാടുകാര കാഴ്ച, അതുപോലെ ആനപ്പുറത്ത് നിന്നുള്ള എഴുന്നള്ളിപ്പ്, കൊയ്യെടുപ്പിൽ നെയ്യമൃതാരുടെ തിരുനൃത്തം. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഒരു 4-5 മണിയാകുന്നതോടുകൂടി ചൂടാട്ടുകാരുടെ ഓമനക്കാഴ്ച ഇവിടെ സമർപ്പിക്കും. ഓമനക്കാഴ്ച ഇവിടെ സമർപ്പിക്കുന്നതോടുകൂടി അന്ന് വന്ന കുടകരുടെ കാളയും ഇതും തിരിച്ചു പോകുമായിരുന്നു. ഇതിൽ വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ രാത്രി വൈകുന്നേരം ഈ സന്ധ്യയോടുകൂടി ഈ നൃത്തം അകത്ത് എഴുന്നേൽച്ചതിന് ശേഷം പൂജകളും കായമ്പകയും മാത്രമേ ഉള്ളൂ. നാളെ രാവിലെയാണ് ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട ചടങ്ങ് 4 മണിക്ക് നെയ്യൊപ്പിച്ചു, നെയ്യമൃതം. അപ്പോൾ ഈ നെയ്യൊപ്പിച്ച് അപ്പോൾ ആ രാവിലത്തെ ആ നെയ്യ് കൊണ്ടുവന്ന് നാളെ നെയ്യാട്ടമായ 11-ാം ദിവസം രാവിലെ നെയ്യ് വെയിലിൽ ഉരുകിയതിന് ശേഷം ഭഗവാന് കളഭം ആടും. അതിനുശേഷം നെയ്യാട്ടം, കളഭാട്ടം, ഇളനീരാട്ടം അങ്ങനെയുള്ള ചടങ്ങുകളോടുകൂടി ഉച്ചപൂജയാണ്. ഉച്ചപൂജ കഴിഞ്ഞാൽ നെയ്യമൃതാരുടെ ആ കാഴ്ച കൊണ്ടുവന്ന് ഈ 10-ാം തീയതി ഇന്ന് കൊണ്ടുവന്ന ഓമന കാഴ്ച കൊണ്ടുവന്ന് പിന്നെ കൊല. അപ്പോൾ അത് നെയ്യമൃതാറ് ഊണിൻ്റെ സമയത്ത് എടുക്കുകയും അടിയിലൂടെ എന്ന് പറഞ്ഞ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. വൈകുന്നേരത്തോടുകൂടി സാധാരണ പോലെ ഒരു ദിവസം കടന്നു ശ്രീഭൂതലോടുകൂടിയുണ്ട്. പിറ്റേ ദിവസം അതായത് 24-ാം തീയതി രാവിലെ ഒരു 10 മണി സമയത്ത് ആറാട്ട് കടന്ന കുളത്തിൻ്റെ അങ്ങേ ഭാഗം പടിഞ്ഞാറ് ഭാഗം. ആറാട്ട് എന്ന് വെച്ചാൽ കുളിയില്ല, അത് നമ്മൾ ആറാട്ട് തടയിൽ എഴുന്നള്ളിച്ച് വെച്ച് അവിടെ വെടിക്കെട്ടും പിന്നെ കോമർത്തത്തിൻ്റെ ഒരു വാചാലും അതൊരു കേളിക്കൊട്ട് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളായിട്ടാണ് ഇവിടെ വന്ന് നിർത്തുന്നത്. അത് വൈകുന്നേരം ഒരു ശ്രീഭൂതലോടിൽ നമ്മുടെ കളത്തരിയിലോടുകൂടി നമ്മളെ ഉത്സവമാകും. ഏറ്റവും പ്രധാനപ്പെട്ടതിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും കാഴ്ചകളിലൂടെ സമർപ്പിക്കുന്ന തിരുനാളും 3 പ്രാവശ്യമായിട്ട് കുടകും തന്നെ അരി തന്നെ കൊണ്ടുവരുന്നു. ഭഗവാൻ ഒരു വർഷത്തേക്കല്ലേ നിവേദ്യത്തിൻ്റെ അരിയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നമ്മളെ തൃശ്ശൂർ ഉത്സവം അതുപോലെ ദീർഘമായിട്ടുള്ള ഉത്സവം 13 ദിവസമാണ് നമുക്ക് ഇവിടെയില്ല. അപ്പോൾ അടുത്ത സാധാരണ ഇടയിൽ കൊടിയേറുത്സവം 7 ദിവസമാണ്. അതിപ്പം 13 ദിവസമാണ് നമുക്ക് ഒരു പ്രത്യേക ഒരു സമ്പ്രദായത്തിലുള്ള ഉത്സവങ്ങളാണ്. എല്ലാ ദിവസവും ഈ ആൾക്കാരും അന്നദാനം അതുപോലെ എല്ലാ സൗകര്യങ്ങളും നമ്മളെ
വളരെ ഭംഗിയായിട്ട് ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ കണ്ടറിയത് ഒന്ന് കണ്ടു ശരി